വയനാട് ജില്ലയിലും കനത്ത മഴ തുടരുന്ന സാഹചര്യമാണ്. ദുരിതാശ്വാസ ക്യാമ്പുകൾ ജില്ലയിൽ തുറന്നിട്ടുണ്ട്. ജില്ലയിൽ താലൂക്ക് തലങ്ങളിൽ കൺട്രോൾ റൂമുകളും പ്രവർത്തനം ആരംഭിച്ചു. വൈത്തിരി, ബത്തേരി, മാനന്തവാടി താലൂക്കുകളിലാണ് കൺട്രോൾ റൂം തുറന്നത്. ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങളും വിനോദസഞ്ചാരികളും അതീവ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ DR മേഘശ്രീ അറിയിച്ചു. തലപ്പുഴ കമ്പിപ്പാലം, കാപ്പിക്കളം ഭാഗത്തെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. വെള്ളക്കെട്ടിൽ കുടുങ്ങിയ നായ്ക്കുട്ടികളെ യുവാക്കൾ രക്ഷിച്ചു. വിവരങ്ങളുമായി PV ജോഷിലയാണ് ചേരുന്നത്. ജോഷില, എങ്ങനെയാണ് നിലവിലെ അവിടുത്തെ സാഹചര്യം? അക്ഷയ്, വയനാട്ടിൽ ശക്തമായ മഴ തുടരുകയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളായി മഴയുണ്ടായിരുന്നു. ഇന്ന് രാവിലെ മുതൽ അതിശക്തമായ രീതിയിലാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ മഴ പെയ്തിരിക്കുന്നത് വൈത്തിരി താലൂക്കിലാണ്. വൈത്തിരി താലൂക്കിലെ വട്ടപ്പാറ ഭാഗത്ത് 208.4 മില്ലിമീറ്ററാണ് മഴ രേഖപ്പെടുത്തിയിട്ടുള്ളത്. മറ്റെല്ലാ ഭാഗങ്ങളിലും ഇതിൽ കുറച്ച് താഴ്ന്ന മില്ലിമീറ്റർ തന്നെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. എന്തായാലും അതിശക്തമായ രീതിയിൽ തന്നെയാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. ആശങ്കാജനകമാണ് വയനാടിൻ്റെ കാലാവസ്ഥ എന്ന് വേണം പറയാൻ. അതേസമയം തന്നെ 8 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നിട്ടുള്ളത്. 76 കുടുംബങ്ങളിലായി 180 പേരെയാണ് ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. അതുപോലെ തന്നെ തലപ്പുഴ ഭാഗങ്ങളിലെ വീടുകളിൽ വെള്ളം കയറി തുടങ്ങിയിരിക്കുന്നു. തലപ്പുഴയിൽ അതുപോലെ തന്നെ ഇപ്പോൾ ഞാനുള്ളത് തയ്യിൽ കോളനി ഭാഗത്താണ്. ഈ തയ്യിൽ കോളനി ഭാഗത്ത് തരിയോട് പഞ്ചായത്തിലാണുള്ളത്. തരിയോട് പഞ്ചായത്തിലെ തയ്യിൽ കോളനി ഭാഗത്തെ കാഴ്ചയാണിത്. ഇവിടെ മഴവെള്ളം വീടുകളിലേക്ക് കയറി തുടങ്ങിയിരിക്കുന്ന കാഴ്ചയാണ്. ഇവിടെ നിന്നും കുടുംബങ്ങളെ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നാലും കുറേ പേർ ഇവിടെ തന്നെ നിൽക്കുന്ന അവസ്ഥയാണ് ഇപ്പോഴും ഉള്ളത്. എന്തായാലും മറ്റ് എല്ലാ ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള ഒരു അപകടാവസ്ഥ അല്ലെങ്കിൽ ആശങ്കാജനകമായ കാലാവസ്ഥ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ജില്ലാ കലക്ടർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ തന്നെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് വിനോദസഞ്ചാരികൾ, ജില്ലയിലേക്ക് എത്തിച്ചേർന്ന വിനോദസഞ്ചാരികൾ വളരെ സുരക്ഷിതമായി താമസ സ്ഥലത്ത് തന്നെ തങ്ങണം എന്നുള്ള കാര്യം ജില്ലാ കളക്ടർ പ്രത്യേകം അറിയിച്ചിട്ടുണ്ട്. ഈ കോഴിക്കോട് ജില്ലയിൽ നിന്നും ഇവിടേക്ക് വരുന്നതും വയനാട് ജില്ലയിലേക്ക് വരുന്ന ചുരം അത്ര സുരക്ഷിതമല്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും അത്യാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ യാത്ര ചെയ്യാവൂ എന്നുള്ള കാര്യവും ജില്ലാ കളക്ടർ പ്രത്യേകം ഓർമ്മിപ്പിച്ചിരിക്കുന്നുണ്ട്. കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് ജില്ലയിലെങ്ങും നൽകിയിരിക്കുന്നത്. അപകട കാലാവസ്ഥ തന്നെയാണ് നിലനിൽക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് എല്ലാ വെള്ളക്കെട്ടുകളും വളരെ ശക്തമായ രീതിയിൽ തന്നെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അതായത് വെള്ളം നിറഞ്ഞു കവിഞ്ഞൊഴുകുകയാണ്. തോടുകളിലായാലും പുഴകളിലായാലും ഒക്കെ തന്നെ വെള്ളം നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന ഒരു കാലാവസ്ഥയാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് ജില്ലയിൽ എങ്ങും നൽകിയിട്ടുള്ളത്. യാത്ര ചെയ്യുന്നവർ, വീടുകളിൽ നിന്നും ഇറങ്ങി പുറത്തേക്ക് പോകുന്നവരൊക്കെ തന്നെ വളരെ ജാഗ്രതയോടുകൂടി നിൽക്കണം. അതുപോലെ തന്നെ മീൻപിടുത്തം ഒഴിവാക്കണം. പുഴയോരങ്ങളിൽ അനാവശ്യമായ രീതിയിൽ പുഴയോരങ്ങൾ പോകരുത്. ഇത്തരത്തിൽ വെള്ളക്കെട്ടുകൾ അടക്കം ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിൽ കുട്ടികളെ അടക്കം സൂക്ഷിക്കണം എന്നുള്ള രീതിയിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് വയനാട് ജില്ലയിൽ നൽകിയിരിക്കുന്നത്. അക്ഷയ്, ശരി, എന്തായാലും വയനാട്ടിലും സ്ഥിതി വ്യത്യസ്തമല്ല. ഇപ്പോഴും ആശങ്ക തുടരുകയാണ്. ശക്തമായ മഴ പല ഭാഗങ്ങളിലും ഇപ്പോഴും തുടരുകയാണ്. PV ജോഷിലയാണ് വിവരങ്ങൾ നൽകിയത്.